പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും വലുപ്പമുള്ളൊരു മത്തൻ്റെ കഷ്ണമാണ് എടുത്തത്. ഇതിനി നന്നായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ടെടുക്കണം. ഞാനിവിടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി മുറിച്ചിടണം. മത്തൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലോണം വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ട. ഇതേപോലെ അല്പം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ട. മത്തം വേകുമ്പോഴേക്ക് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയും ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടത് 5-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലെങ്കിൽ ഇതിന് പകരം സാധാരണ മുളക് 2-3 നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങയും മുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ച് കൊണ്ടുവരാം. മത്തനിവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മത്തന് വേവിക്കാൻ വെച്ച ശേഷം ഒന്നും എടുക്കാൻ പോരുത്. ഒക്കെ റെഡിയാക്കി വെച്ച ശേഷം മാത്രമേ മത്തൻ വെക്കാൻ പാടുള്ളൂ. മത്തന് വേവ് കുറവായതുകൊണ്ട് ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് എല്ലാം എടുത്ത് വെച്ച ശേഷം ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ തേങ്ങ ഇവിടെ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി മത്തനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ തേങ്ങ ഒന്ന് ചൂടാവണം. അപ്പോൾ ഈ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ഞാനിതിൽ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പച്ച ചുവ മാറുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. മത്തൻ്റെയൊക്കെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1.5 കപ്പ് തൈരാണ് എടുത്തത്. കട്ട തൈര് ഉടച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയാൽ. ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പച്ചടി ഇതാക്കാം. ഞാനിവിടെ തൈരെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുകയും വേണം. ഇനി നമുക്കിതിനൊരു വറവ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ പച്ചടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ച പച്ചടീൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം.